ഇന്ന് പെൺകുട്ടികൾക്ക് അധികവും നിക്കാഹിന് മടിയാണ്, കല്യാണത്തോട് താല്പര്യമില്ല. അധിക പെൺകുട്ടികൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്കൊക്കെ കല്യാണത്തോട് താല്പര്യമില്ലാതായി മാറിയിട്ടുണ്ട്. കല്യാണത്തോട് താല്പര്യമില്ലാതായതിൻ്റെ കാരണം അതിൻ്റെ കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹത്തോട് താല്പര്യമില്ലാതെയാവാൻ കാരണം വിവാഹം എന്നത് ജീവിതത്തിന്റെ അനിവാര്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. ഹലോ വില്ലൂർക്കാരെ, വെസ്റ്റ് വില്ലൂർക്കാരെ, വെസ്റ്റ് ആയാൽ മതി, വേസ്റ്റ് ആകരുത്. ഇങ്ങോട്ട് നോക്കിയിരിക്കുക എല്ലാവരും. ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ വേസ്റ്റ് ആവും. എനിക്കും വേസ്റ്റ് ആവും, നിങ്ങൾക്കും വേസ്റ്റ് ആവും. അതുകൊണ്ട് വെസ്റ്റ് ആയാൽ മതി. ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും. നോക്കുന്നുണ്ടാവും, നോക്കുന്നുണ്ട് ചങ്ങായിമാരെങ്ങള്. എന്നാ ചെല്ലി الشفاعة هب لنا في القيامة مشفقا واهلنا إن الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله. നിക്കാഹിനോട്, വിവാഹത്തോട് അധികവും പെൺകുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് ഇന്ന്. അതിൻ്റെ ഒരു കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയതാണ്. വിവാഹം എന്നത് അനിവാര്യതയാണ് ജീവിതത്തിന് എന്ന് മനസ്സിലാക്കിയതാണ് പ്രശ്നം. ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല, അങ്ങനെയാണ്. അതുകൊണ്ട് കല്യാണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. ജീവിക്കാൻ വിവാഹം ഒന്നും അനിവാര്യമല്ല. തീരെ വിവാഹിതരായ ആളുകളും ജീവിച്ചിട്ടുണ്ട്. ഈസ നബി അലൈഹി സ്വലാം കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ലേ? മഹാനായ സയ്യിദുനാ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടില്ലേ? ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല. പിന്നെന്തിനാ വിവാഹം? ഇസ്ലാമിലെ വിവാഹത്തിന്റെ കാഴ്ചപ്പാട് ജീവിക്കാനല്ല. ശരിക്ക് സ്വർഗത്തിൽ എല്ലാവരും ആണും പെണ്ണുമാണെന്ന് സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട്. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫിഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടില് അലൽ അറായികി അരീക്കത്തി എന്ന കട്ടിലിന്മേൽ മുത്തഖിഊന ചാരിയിരിക്കുന്നതാണ്. ലഹും അവർക്കുണ്ട് ഫിയാദിൽ ഫാകിഹത്തുൻ പഴങ്ങള് വലഹും മാ യദ്ദഊൻ അവർ ആവശ്യപ്പെടുന്നത് എന്തും. കല്യാണം ശരിക്കും സ്വർഗത്തേക്കുള്ളതാണ്. ആദ്യത്തെ കല്യാണം നടത്തിയത് അബുൽ ബശറായ ആദം അലൈഹിസ്സലാമാണ്. ആദ്യത്തെ പുതിയാപ്ല സ്വർഗത്തിൽ നിന്നാണ്. ആദ്യത്തെ പുതിയണ്ണ് ഉമ്മുനയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു, സ്വർഗത്തിലാണ്. അവസാനത്തെ കല്യാണവും സ്വർഗത്തിലാണ്. മുത്തുനബിയുടെ തൃക്കല്യാണം, മറിയം ബീവിയെ കല്യാണം കഴിക്കും. അവസാനത്തെ കല്യാണവും സ്വർഗത്തിനാണ്. ത്വാഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നാം പാടി താളത്തിലാടും മേളത്തിൽ എങ്ങളെ ചേർക്കല്ല അമീൻ. അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നബി തങ്ങളുടെ കല്യാണമാണ്. കല്യാണം സ്വർഗത്തിലേക്കുള്ളതാണ്. ഇവിടത്തെ അതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തിലെ, ഇവിടത്തെ അതേ ഭർത്താവ് തന്നെയാണ് സ്വർഗത്തിലെ. സത്യത്തിൽ കല്യാണം, വിവാഹം എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. വൈവാഹിക ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും കൂലിയുണ്ട്, എല്ലാ പ്രയാസങ്ങൾക്കും കൂലിയുണ്ട്. എല്ലാം സ്വർഗത്തിലാണ്. മൻ തവ്വജ ലില്ലാഹി തവ്വജ മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലികി ഹബീബുനാ റസൂലുള്ളാഹി. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി കല്യാണം കഴിച്ചാൽ നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് അവന് രാജാവിന് നൽകപ്പെടുന്നത് പോലെയുള്ള കിരീടം ധരിപ്പിക്കപ്പെടുന്നതാണെന്ന്
അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹം ഒരിക്കലും ദുനിയാവിലേക്കുള്ളതല്ല, വിവാഹം സ്വർഗത്തിലേക്കുള്ളതാണ്. ഈ കാഴ്ചപ്പാടാണ്ട് പോയാല് കല്യാണം ഒരു ഭാരമായിട്ട് മാറും. കാഴ്ചപ്പാട് മാറിയാലാണ് വിവാഹം ഭാരമാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം ദീൻ അവതരിപ്പിക്കുന്ന വിവാഹം എന്ന കാഴ്ചപ്പാട് ദുനിയാവിലേക്കുള്ളതല്ല, അത് ആഖിറത്തിലേക്കുള്ളതാണ്, സ്വർഗത്തിലേക്കുള്ളതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും കൂലി സ്വർഗത്തിലാ പറഞ്ഞിട്ടുള്ളത്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിന്റെ കൂലി നൽകപ്പെടുമെന്നാണ്. ഒരു ഷഹീദ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയാ നിങ്ങള്? സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെടുന്ന ആള് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഉഹുദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ശി കൊന്നു. കൊന്നിട്ട് നെഞ്ചത്ത് കയറിയിരുന്ന് നെഞ്ച് കുത്തിക്കീറിയിട്ട് അതിൽ നിന്ന് കരള് വലിച്ച് പുറത്തേക്കെടുത്ത് വായിലിട്ട് ചവച്ചു തുപ്പി. അതൊക്കെയാണ് ഷഹീദ് പറഞ്ഞാല്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിൽ കയറ്റിയിട്ട് 4 ഭാഗത്തു നിന്നും അമ്പെയ്തിട്ട് ശരീരം അരിപ്പ പോലെ തൂങ്ങിക്കിടന്നു. അതൊക്കെയാണ് ശ്വാതാക്കന്മാര്. അങ്ങനത്തെ 100 ഷഹീദിന്റെ കൂലി ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൽകപ്പെടുന്നതാണ്. പോരെ? അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയാൽ താല്പര്യം കുറയും. കാഴ്ചപ്പാട് ശരിയാണോ, എന്നാ പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നും. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? ഗൾഫ് പോവാതെ പൈസ കിട്ടും. ഗൾഫിൽ നിന്ന് എല്ലാവർക്കും പൈസ എങ്ങനെ നൂലുമ്പോ വരുന്നുണ്ട് നിങ്ങൾ കേട്ടുക്കണോ? ഇല്ല, അത് പോയിട്ട് അധ്വാനിച്ചാൽ തന്നെ കിട്ടുള്ളൂ. ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക? 100 ഷഹീദിന്റെ കൂലിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. ഉറപ്പന്നല്ലേ? 100 ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാലുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഒരാൾ തന്റെ ഭാര്യയുമായി ഇണചേർന്നാൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. ഒക്കെ സ്വർഗത്തുക്കുള്ള ഒരുക്കാണ് ശരിക്കത്. സ്വർഗത്തുക്കുള്ള ഒരുക്ക. പക്ഷെ നമ്മളതിനും ഗാനമേള നടത്തിയതിനിപ്പോ അള്ളാഹു തആല എന്ത് കാട്ടാനാ? സംഗതി സ്വർഗത്തുക്കുള്ള ഒരുക്കാണ്. അവിടെ ചെന്നിട്ട് ഗാനമേള. ഇവിടുന്ന് അത് നല്ല വട്ടത്തിൽ വെള്ളിയാഴ്ച രാവിലെ പള്ളിക്ക് വെച്ചിട്ട് സയ്യിദന്മാര്, ഉസ്താദന്മാര്, സാദാത്യങ്ങള്, നേതാക്കന്മാര്, കാരണന്മാരൊക്കെ സാന്നിധ്യത്തിൽ ഭംഗിയാക്കി ഉഷാറാക്കി അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ അറിയിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തൊന്നും പിശുക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പൈസ ഉള്ള ആളുകള് അവരുടെ വകയായുള്ള നല്ല ഭക്ഷണങ്ങള് സാമ്പത്തികമായി പ്രയാസമുള്ള ആൾക്കാർ ആ പേരിൽ തിന്നോട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ബിസ്ക്കറ്റും ചായ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം പോലെ ചെയ്യട്ടോ. വേറുള്ളവർക്കൊക്കെ പൈസ ചെലവാക്കുന്നുണ്ട്. നിക്കാവിൻ്റെ അവിടെ ചെന്നപ്പോൾ പൈസ ചുരുക്കാന്നും പറഞ്ഞങ്ങാണ്ട് ബിസ്ക്കറ്റും ചായയും. അത് നല്ല നിലക്കൊരു മട്ടത്തിൽ ആർഭാടം വേണ്ട, ധൂർത്തും വേണ്ട. ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കലോ വിരുന്നുകാരെ ഇക്രാം ചെയ്യലോ ഒരിക്കലും ധൂർത്തൊന്നല്ല. അപ്പൊ അതൊരു മര്യാദക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൻ്റെ അടുത്ത് സാമ്പത്തികം ഉണ്ട്, ആൾക്കാർ നല്ലത് തിന്നോട്ടെ, എന്താ അതിന് കുഴപ്പം? കൊണ്ടുപോയി കൊട്ടാൻ പാടില്ല, അത് ധൂർത്താവും. കുറേ ഉണ്ടാക്കിയാണ്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു തലക്കൊന്നിങ്ങനെ എടുത്തു നോക്കിയാണ്ട് ബാക്കി കൊണ്ടുപോയി കൊട്ടി, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. നല്ല ഭക്ഷണം ഉണ്ടാക്കണതിനോ കൊഴുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവൻ സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് നല്ലവർക്ക് കൊടുത്തു. അതിനൊന്നും ഒരു വിരോധമില്ല. എന്തായാലും അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് വിവാഹം തന്നെ സംഗതി. ഈമാനിന്റെ സ്ഥാനത്താണ് നിക്കാഹ് വരിക. നിങ്ങളിത് നല്ലോണം മനസ്സിലാക്കിക്കോളി. എന്താ ഇപ്പൊ ബാക്കിയില്ലാത്തത്? ഇപ്പൊ എന്താ ഒക്കെ ശരിക്കന്നല്ലേ ഈ പറഞ്ഞേ? ഈ പറയാൻ പറഞ്ഞിട്ട് പറയണതും പറയാതെ പറയണതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഖത്തീബുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട്, വെള്ളിയാഴ്ച പറഞ്ഞ വിഷയം പറയരുത് എന്നാണ്. ചില വെള്ളിയാഴ്ച സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വിഷയം പറഞ്ഞു തരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും റൂമിക്ക് വരാൻ. ഇന്ന് ഉസ്താദെ നമുക്ക് ഇന്ന വിഷയം പറയണം എന്ന് പറയും. ആ വിഷയം പറയാൻ പാടില്ല. അതെന്താ വെച്ചാൽ അത് അയാളുടെ മനസ്സിൽ ഒരാളെ കണ്ടിട്ടുണ്ടാവും. ഗീബത്താണ് പറയണ പരിപാടി. ആ വിഷയം പറയാൻ പാടില്ല. അപ്പൊ ഞാൻ ഖത്തീബുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട്, കമ്മിറ്റിക്കാർക്ക് അറിയിപ്പ് നൽകാം, പക്ഷേ കടലാസിൽ എഴുതി തരണം,
അതിങ്ങനെ ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ കടലാസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വിഷയം പറഞ്ഞതിന് ശേഷം എന്ന് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു എന്ന് പറയണം. കടലാസ് ഇങ്ങനെ കാട്ടിയിട്ട് സെക്രട്ടറിക്ക് പറയാനുള്ളത് സെക്രട്ടറി തന്നെ പറയാം. ഖത്തീബിന് പറയാനുള്ളത് ഈമാൻ തഖ്വ വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്. അത് മറ്റുള്ളവരുടെ ഗീബത്താവാൻ പാടില്ല. ഈ പറഞ്ഞു തരുന്ന വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറയാറില്ല. ഞാൻ പറയുന്ന വിഷയം ഈമാനിന്റെ ശാഖകളെ നമ്മൾ സൂക്ഷിക്കണം. ഈമാനിന് ഒരുപാട് ശാഖകളുണ്ട്, 70-ൽ ചില്ലാനം. എല്ലാം മനുഷ്യന്റെ പെരുമാറ്റക്കാരം, എല്ലാം മനുഷ്യന്റെ പെരുമാറ്റങ്ങളിൽ പെട്ടതാണ്. അതൊക്കെ നല്ലോണം സൂക്ഷിക്കണം. ഈമാൻ കുറഞ്ഞു വരുന്നുണ്ട്, ഈമാൻ കുറഞ്ഞു വരുന്നുണ്ട്. ഇന്നിപ്പോ കുട്ടികളാരും നേരങ്ങത്തിൽ പോണില്ല, ഒക്കെ ചാടിയിട്ടാണ് പോണത് എന്നാ കേട്ടത്. ഒന്നെങ്കിൽ റബ്ബറും പാല് കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തവളയാകാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോഴല്ല ഈ ചാടുക. തവളയാകാൻ പഠിച്ചാൽ ചാടും, റബ്ബർ പാല് കുടിച്ചാലും ചാടും. നടന്നു പോണില്ല, ഒക്കെ ചാടിയിട്ടാ പോണത് എന്നാ. എന്താ കാരണം? ഒരു കാര്യം ഞാൻ പറയട്ടോ, ഒരു കാര്യം ഞാൻ പറയാം. പ്രണയവിവാഹങ്ങൾ എന്ന് പറയുന്നത് അവസാനം പരാജയപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് അത് അവസാനം പരാജയപ്പെടുമെന്ന് പറയാൻ കാരണം ഒരു ഹദീസ് കൊണ്ടാണ്. മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്നതാണ് ഹദീസ്. മാ നബത ഫിൽ ഹറാമി